ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 7 days NSS ക്യാമ്പിന് പോവുകയാണ്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ എത്തി. അപ്പോൾ ഞങ്ങളിപ്പോൾ ക്യാമ്പിൽ വന്നേക്കാണ്. സെൻറ്റ് ഫിലോമിനാസ് ആ സ്കൂളിലാണ് ക്യാമ്പ്. അവിടെയാണ് ക്യാമ്പ്. വന്നിട്ട് ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്കൂൾ മൊത്തം ചുറ്റിക്കാണലായിരുന്നു. ഇത് ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങളുടെ കോളേജിൽ തന്നെ വരച്ച പെയിൻറ്റിംഗ് ആണ്. ഞങ്ങളും കുറേ വരച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ വഴിയേ കാണിച്ചു തരാം. സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ടൊരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ ആ ഏരിയ മൊത്തം കറങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീം കട കണ്ടു. അപ്പോൾ ഫുഡ് കഴിക്കണം എന്തെങ്കിലും കണ്ടാൽ ഞങ്ങൾ അവിടെ കയറുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി ഫസ്റ്റ് തന്നെ ഐസ്ക്രീമൊക്കെ കുറച്ച് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പ് തുടങ്ങി. ഞങ്ങളുടെ ക്ലാസ് കാട്ടിത്തരാം. ഞങ്ങൾ ഇവിടെ കിടന്നാട്ടോ ഉറങ്ങണത്. അപ്പം ഇവിടെയൊക്കെ കയറി കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് ബെഞ്ചൊക്കെ മാറ്റി. ഞങ്ങൾക്ക് ഇനി 7 ദിവസം കിടന്ന് ഉറങ്ങാനുള്ളതാണല്ലോ. അപ്പോൾ ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളൊന്ന് റെഡിയാക്കി സെറ്റാക്കിയൊക്കെ എടുത്തു. അപ്പോൾ റൂംമേറ്റ്സിനെ എല്ലാവരെയും കാണിച്ചിട്ട് എല്ലാ വീഡിയോസും ആഡ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കുട്ടി ഉണ്ടാക്കിയ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഇവിടെ അടിയിലാണ് ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സെമിനാർ ക്ലാസ്സൊക്കെ നടത്തുന്നത്. അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങളുടെ NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഫ്ലെക്സൊക്കെ വെച്ചു. പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ NSSൻ്റെ ഞങ്ങളുടെ പാട്ടായ മനസ്സ് നന്നാവട്ടെ ഒക്കെ പാട്ടൊക്കെ പാടി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പൊക്കെ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പളാണ് ഈ ഫ്ലാഗൊക്കെ ഹോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ അങ്ങനെ പതുക്കെ സ്റ്റാർട്ടായി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങളെ 6 ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി. അപ്പോൾ ഗൈസ് ഇവിടെയാണ് ഗൈസ് ഞങ്ങൾ കിടക്കണത്. റൂംമേറ്റ്സിനെ പരിചയപ്പെടുത്താം. ഇതാണ് മീനാക്ഷി, ഇതാണ് നീയ, എന്റെ ക്ലാസ്സിൽ തന്നെയാണ്. ഇതാണ് അലീന എന്റെ അതെ സെയിം പേരാണ് ഞങ്ങൾക്ക്. ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോ ഓറഞ്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയും കുറെ പേരുണ്ട്. ഓറഞ്ച് ഈസ് ഗുഡ് ഫോർ യുവർ സ്കിൻ. ഞങ്ങള് ചോറൊക്കെ കഴിച്ചു. ഇനിയും കുറെ പേര് വരാനുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. കുറേ പേരുണ്ട് കേട്ടോ ക്യാമ്പിൽ. കുറച്ച് പേരുടെ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കുറച്ച് സ്നാക്സൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ പിറ്റേ ദിവസം ഫസ്റ്റ് ഡേ ഞങ്ങളുടെ ഡ്യൂട്ടി മെസ്സായിരുന്നു. അതായത് ഫുഡൊക്കെ അരിഞ്ഞു കൊടുത്ത് ഉണ്ടാക്കൽ. അപ്പം ഉരുളക്കിഴങ്ങും ക്യാരറ്റും അങ്ങനെ സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ രാത്രി ആയപ്പോൾ കൾച്ചറൽസൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ഗ്രൂപ്പുകാരും ഓരോ പരിപാടികൾ, ഡാൻസ്, പാട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാണ് ഒരു ദിവസം എൻഡ് ചെയ്യണത്. ഞങ്ങളിപ്പോ സർവേക്ക് പോവാണ് ഗൈസ്. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോ സർവേക്ക് പോവാണ് ഗൈസ്. ഞങ്ങക്ക് 16 വീട് കേറി ഇറങ്ങി നടക്കണം. എന്നിട്ട് കാഴ്ചയുടെ പ്രശ്നമുണ്ടോ ഇല്ലയെന്നൊക്കെ ചോദിച്ച് ഒരു സർവേ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ ഏരിയയിലെ ഓൾമോസ്റ്റ് എല്ലാ വീടും കേറി ഇറങ്ങി നടന്നു. ഇനി 2 വീടും കൂടെ കേറാനുള്ളൂ. അപ്പൊ നമുക്ക് അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്രൊജക്ട് തീർന്നു. അപ്പൊ നമുക്ക് 2 വീടുകൂടെ കേറിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ സർവേ ഒക്കെ കഴിഞ്ഞ് ആ ഏരിയയിലുള്ളവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങനെ രാത്രി ആയപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ നമുക്ക് നൈറ്റ് ഫുഡ് ക്രേവിങ്സ് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കലാണ് പണി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് രാത്രി ഗെയിം കളിക്കൽ, പാട്ട് പാടൽ, റീലെടുക്കൽ, കഥ പറയൽ, ഉറക്കമൊന്നും ഇല്ല. രാത്രി ഫുള്ള് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വൈബിൽ ഫുള്ളൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. രാത്രിയാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പിൽ ഞങ്ങൾ മിസ് ചെയ്യണതും. പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ നമുക്ക് ഈ പെയിൻ്റ് അടിക്കലൊക്കെ ആയിരുന്നു ഡ്യൂട്ടി ആയിട്ട് കിട്ടിയത്. കുറേ മതിലിങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ മതിലെടുത്ത് ഇങ്ങനെ പെയിൻ്റ് അടിക്കാനും പടം വരയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ സ്കൂളിൻ്റെ പുറത്തും അകത്തും ഒക്കെ പെയിൻ്റ് അടിച്ച് സ്കൂൾ ഫുൾ അടിപൊളിയാക്കി കളറാക്കി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ആഡ് ആക്കാം കേട്ടോ. പിന്നെ രാത്രി ആയപ്പം ഇതേപോലെ കൾച്ചറലാണ്. എല്ലാവരെയും ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ഗെയിംസ്, പാട്ട്, ഡാൻസ് ഒക്കെ ആയിട്ട് ഫുള്ളൊരു എൻജോയ്മെൻ്റ് ആണ്. ഒരിക്കലും നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത 7 ദിവസം നമുക്ക് ഈ ക്യാമ്പ് സമ്മാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ പെയിൻറ് അടിച്ച് തീർക്കലാണ് മെയിൻ ടാസ്ക്. അത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഫ്രീ കിട്ടുമ്പോഴൊക്കെ പോയി പെയിൻ്റ് അടിക്കലാണ് പണി. പിന്നെ ഒരു ദിവസം രാവിലെ തുടങ്ങുന്നത് തന്നെ ഈ എയറോബിക് സെക്ഷൻ അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. അസംബ്ലി ഒക്കെ വെച്ചിട്ടാണ്. പിന്നെ 24, 25 ആ 2 ദിവസമാണ് ഞാൻ എൻ്റെ ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ക്രിസ്മസ് ആഘോഷിച്ചത് അവിടെയാണ്. ക്രിസ്മസിൻ്റെ അന്ന് തന്നെ കിട്ടി. വീട്ടിൽ ഇപ്പോൾ ആഘോഷിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അടിപൊളിയായിട്ട് എനിക്കൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് പറ്റി. കരോളിനൊക്കെ പോകാൻ പറ്റി. ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് കരോളിന് പോണത് തന്നെ. അപ്പോൾ അങ്ങനെ കരോളിന് ഞങ്ങളെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാനായിട്ട്. പിന്നെ കുറേ പേര് പപ്പാനിയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പിൽ നിന്ന് തന്നെ. അങ്ങനെ എല്ലാ വീട്ടിലൊക്കെ കയറി പാട്ടും പാടി
പരിപാടി ഡാൻസൊക്കെ കളിച്ച് ഫുള്ളൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ദിവസം എന്ന് പറഞ്ഞാൽ 24, 25 ക്രിസ്മസ് ആഘോഷിച്ചത് അത് തന്നെയാണ്. അങ്ങനെ കരോളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളോട് തിരിച്ചു വരാൻ പറഞ്ഞ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങളെ എത്തി. എന്നിട്ട് ഇത് ഞങ്ങളുടെ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് തുള്ളി അവിടെ കിടന്നിട്ടുള്ള അവിടുത്തെ കുറേ എൻജോയ്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഇത്രയും പേരാണ് കരോളിന് വന്നത്. ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാവരും കരോളിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ 24-ാം തീയതി ആ രാത്രി പാതിര കുർബാന ഉണ്ടല്ലോ, അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ പള്ളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി പാതിര കുർബാനയ്ക്കൊക്കെ പോയി അവിടെ ഉള്ള പരിപാടികളൊക്കെ ആയിരുന്നു അടുത്തത്. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മെമ്മറീസ് തന്നോട്ട് ആ ഒരു സ്ഥലം, ആ ഒരു ഏരിയ, ആ ഒരു സ്കൂൾ മൊത്തം. പിന്നെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ പാട്ടൊക്കെ വെച്ച് തുള്ളി, അന്നൊന്നും ഉറക്കമൊന്നും ഇല്ല. ഞങ്ങൾ ഫുൾ എൻജോയ്മെൻറ്റും വർത്താനവും ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ ഉണ്ടായി. അങ്ങനെ 25-ാം തീയതി ആയി. പിന്നെ ലാസ്റ്റ് ഡേ ആയി പതുക്കെ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡേ ഫുൾ കരച്ചിലായിരുന്നു എല്ലാവരും. പോവുകയാണല്ലോ, അത്രയും നല്ല ബോണ്ടിങ്ങും അത്രയും ഓർമ്മകളൊക്കെ കിട്ടിയിട്ട് പെട്ടെന്ന് അത് തീരാൻ പോകുമ്പോൾ നമുക്കൊക്കെ ഓട്ടോമാറ്റിക്കലി സങ്കടം വരും. അപ്പോൾ ഈ ഒരു ഹോട്ട് എയർ ബലൂൺ ഇത് പറത്തി വിട്ടു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ നല്ല രസമായിരുന്നു. അത് പറന്ന് പോണ കാണാനും എല്ലാവരും ഇത് ചെയ്യലൊക്കെ സ്വപ്നമാണോ ശരിക്കുള്ളതാണോ എന്നൊന്നും മനസ്സിലാവില്ല. അതേപോലത്തെ കുറച്ച് ദിവസങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങളതൊക്കെ പറത്തി വിട്ടു. എന്നിട്ട് പിന്നെ എല്ലാവരും അവസാനം ഫ്ലാഷൊക്കെ ഓൺ ചെയ്ത് പാട്ടൊക്കെ വെച്ച് പിന്നെ പാട്ട് പാടലും പിന്നെ കുറേ പേര് ഇത് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ ആയിരുന്നു എല്ലാവരും. ലാസ്റ്റ് ഡേ എല്ലാവരും ഭയങ്കര ഇമോഷണലായി പോയിട്ട്. ആദ്യം വന്ന സമയത്ത് വലിയ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിയവർക്ക് പോലും ലാസ്റ്റ് ഡേ കഴിയാൻ പോകണം എന്നോർത്ത് എല്ലാവരും കണ്ണു നിറഞ്ഞ് എല്ലാവരും ഞാൻ നോക്കിയപ്പോൾ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുമായിരുന്നു. അത്രയ്ക്കൊരു ബോണ്ടിങ്ങും അത്രയ്ക്കൊരു ഈ ക്യാമ്പ് തന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം പാട്ട് പാടി ഇരുന്ന് അങ്ങനെ അവസാനത്തെ ദിവസം രാത്രി ഈ പെയിൻ്റ് അടിച്ച് തീർക്കണം. ഞങ്ങൾക്ക് തന്ന വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ആ മതിലുകളെല്ലാം പെയിൻ്റ് അടിച്ച് കോട്ടൊക്കെ എഴുതി എല്ലാവരും ആ ദിവസം രാത്രി ഫുള്ളിരുന്ന് വർക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ക്ലാസ് പഴയതുപോലെ ആക്കി ഞങ്ങൾ അവിടെ നിന്ന് പോയി. അപ്പോൾ ഇതൊക്കെയാട്ടോ ഞങ്ങൾ NSS വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ തീർത്തെടുത്ത മതിലുകളും പെയിൻറ്റിങ്സൊക്കെ. ഓരോ പെയിൻറ്റിങ്സും ഓരോ ഇതുണ്ട്. എങ്ങനെ കിടന്ന മതിലാണ്, വെറും വെള്ളമായിട്ട് കിടന്ന മതിലാണ്. ഇപ്പം ഞങ്ങളത് ഫുൾ പെയിൻ്റ് അടിച്ച് കളറടിച്ച് ഫുൾ കളർഫുള്ളാക്കി നല്ല ഭംഗിയായിട്ട് എടുത്ത് എല്ലാവരും കുറേ മെമ്മറീസ് ഈ മതിലിന് പോലും പറയാനുണ്ട്. അത്രയ്ക്ക് രസമായിരുന്നു ക്യാമ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാമ്പെല്ലാം അവസാനിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. പിന്നെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.